നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ചാനൽ തിരിച്ചു വന്നേക്കാണ്. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാനതെല്ലാം കഴിഞ്ഞൊന്ന് സെറ്റായത്. ഇന്ന് വന്നേക്കുന്നത് ഒരു ഡിവൈസുമായിട്ടാണ്, ഹോണർ 8C. ഇബാദക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാനും ഇബാദക്കയും കൂടെ ബാംഗ്ലൂർ ഹോണറിൻ്റെ ഒരു ഇവൻറ്റിന് പോയേക്കുമായിരുന്നു. അപ്പം ഈ മാസം, അതായത് നവംബർ 29 ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ഫോണാണ്. നമുക്കത് റിവ്യൂ യൂണിറ്റായിട്ട് തന്നേക്കാണ്. നേരത്തെ അൺബോക്സിങ് വീഡിയോയും റിവ്യൂ വീഡിയോസും എല്ലാം റെഡിയാക്കാൻ വേണ്ടി. അപ്പം ഹോണറിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇങ്ങനെ ഒരു ഇവൻറ്റിന് ഇൻവൈറ്റ് ചെയ്തതിനും ഇങ്ങനെ ഒരു ഡിവൈസ് തന്നതിനും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ ഈ ഡിവൈസ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഹോണറിൻ്റെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫോണാണ്. ഇതിന് പ്രൈസ് വരാൻ പോകുന്നത് ഏകദേശം 10,000 തൊട്ട് 15,000 ഇടയ്ക്കായിരിക്കും. എത്രയാണെന്ന് കറക്റ്റായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. അത് 29 മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ബോക്സ് ഒന്ന് നോക്കാം. ഇതാണ് ഫോൺ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 632 ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 1.8 GHz ക്ലോക്ക് സ്പീഡുള്ള പ്രൊസസ്സർ. 3 വേരിയൻസ് അവൈലബിൾ ആണ്. 3GB റാമും 32GB ഇന്റേണൽ ഉള്ള മോഡലുണ്ട്. 4GB റാമും 32GB ഇന്റേണൽ ഉള്ള മോഡലുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ 4GB റാമും 64GB ഇന്റേണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണുള്ളത്. പിന്നെ 15.9 cm HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. 13 MP + 2 MP ഡ്യുവൽ ക്യാമറയാണ് പുറകിൽ. ഫ്രണ്ടിൽ 8 MP ക്യാമറയാണുള്ളത്. വോൾട്ട് സപ്പോർട്ട് ഉണ്ട്. അതും ഒരു സിമ്മിന് മാത്രമല്ല, SIM 1 ആൻഡ് SIM 2 വോൾട്ട് സപ്പോർട്ട് ഉള്ളതാണ്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ട്, ഫേസ് അൺലോക്കും ഉണ്ട്. 2 ഓപ്ഷൻസും നിങ്ങൾക്ക് ഇതിൽ ഒരുമിച്ച് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു മേജർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 4000 mAh ബാറ്ററിയാണ്. ഞാൻ റിവ്യൂവിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും എങ്ങനെയുണ്ട് ബാറ്ററി ബാക്കപ്പ് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് സ്നാപ്ഡ്രാഗൺ 632 പ്രോസസ്സർ ആണ് എന്നുള്ളതാണ്. അത് ആദ്യമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്നത് ഈ ഫോണിലാണ്. ദെൻ 4000 mAh ബാറ്ററി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ നമ്മുടെ ഡിവൈസ് ആണ്. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. ഇത് പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. ഇവിടെ ഹോണറിന്റെ ബ്രാൻഡിങ് ഉണ്ട്. ദെൻ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട്, ഫ്ലാഷ് ഉണ്ട്, AI ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ട്. എളുപ്പം റീച്ച് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഫോണിന്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ വോളിയം റോക്കേഴ്സ്, സ്ലീപ്പ് വേക്ക് ബട്ടൺ ഉണ്ട്. മുകളിലൊരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ദെൻ ഈ സൈഡിലാണ് സിം സ്ലോട്ട് വരുന്നത്. താഴെയായിട്ട് മൈക്രോ USB പോർട്ട് ഉണ്ട്. ദെൻ സ്പീക്കേഴ്സും മൈക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഡിസൈൻ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ഈവൻ ഇത് പ്ലാസ്റ്റിക് ബോഡി ആണെങ്കിൽ പോലും കാണാൻ വളരെയധികം ഭംഗിയുണ്ട് ഈ ഫോണിന്. നല്ലൊരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ബോക്സിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിലൊരു സ്റ്റാൻഡേർഡ് TPU കേസ് വരുന്നുണ്ട് നമ്മുടെ ഫോണിന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. സാധാരണ ഒരു ക്വാളിറ്റി ഉള്ള ഒരു കവറാണ്. ദെൻ ഒരു സ്ക്രീൻ ഗാർഡ് തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ സേഫ്റ്റി ഇൻഫർമേഷനും കിക്ക് സ്റ്റാർട്ട് ഗൈഡുമാണ്. വാറണ്ടി കാർഡ് ഉണ്ട്. ദെൻ നമ്മുടെ സിം ഇജക്ടറും ഇതിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഒരു സിം ഇജക്ടർ ഉണ്ട്. ഒരു മൈക്രോ USB ചാർജിങ് കേബിള്. അത്യാവശ്യം ലെങ്ത് തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഹുവാവേയുടെ ഒരു പവർ ബ്രിക്കും ആണുള്ളത്. ഇതിൽ 5 volt 2 ampere പവർ ആണ് കിട്ടുന്നത്. നമുക്ക് ഫോൺ ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം. റെക്ടാങ്കുലർ നോച്ചാണ് മുകളിലുള്ളത്. ക്യാമറയും സെൻസേഴ്സും എല്ലാം അതിൽ ആഡ് ആണ്. നമ്മുടെ ഇയർപീസും എല്ലാം അതിൽ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ സെറ്റിംഗ്സിൽ കയറി ഇതിന്റെ ആൻഡ്രോയിഡ് വേർഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്യാം. ആൻഡ്രോയിഡ് ഓറിയോ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 8.1.0 ആൻഡ്രോയിഡ് ഓറിയോ ആണ്.
അപ്പോൾ ഈ ഫോണിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് റിവ്യൂവും ഇതിന്റെ ക്യാമറ കമ്പാരിസണും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മലയാളം ടെക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.